പുതിയ പുതിയ വരദാനങ്ങൾ അഭിഷേകമാക്കണമേ. ഓ ഹോളി സ്പിരിറ്റ്, ഓ ഹോളി സ്പിരിറ്റ്, ഓപ്പൺ ദ സ്പിരിച്വൽ ഗിഫ്റ്റ്സ്, ഓപ്പൺ ദ charisms in us. ദൈവമേ, ഭാവചനവരം, ഭാഷാവരം, വരദാനങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾക്ക് വേണ്ടി വിളിക്കുന്നതായിട്ട് ഞങ്ങളിലേക്ക് വന്ന് യേശുവേ, ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ഭാരങ്ങളെ കുരിശുവെച്ചതായിരുന്നു. എല്ലാ മക്കളെയും തൊടണമേ, ആത്മാവിനെ വർഷിക്കണമേ, ആത്മാവിനെ നിറയ്ക്കണമേ. ഹല്ലേലൂയ. ഓ അവർക്ക് ആത്മാവെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കൂടെ ബലവായ ദൈവം വസിക്കുന്നു. നമ്മോട് കൂടെ ബലവാനായ ദൈവം, രാജാവായ ദൈവം. ഓ രാജാധിരാജ ഓ ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവായ ദൈവമേ, യേശുവേ, എന്റെ കർത്താവേ, ഞങ്ങളുടെ പാപത്തിന്റെ കരകളെ കഴുകണമേ. എന്റെ ദൈവമേ, ഞങ്ങൾ നന്മയുള്ളവരാക്കണമേ. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഞങ്ങളെ എന്റെ ഹോയിന്റെ കരങ്ങളെ തരുന്നു. ഞങ്ങളുടെ ശരീരത്തെ തരുന്നു, ഞങ്ങളുടെ മനസ്സിനെ തരുന്നു. ആത്മാവ് ശിക്കുന്ന കൃപയ്ക്ക് നന്ദിയോടെ സ്തോത്രം. അപ്പാ, നന്ദിയോടെ സ്തോത്രം. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചാൽ ഇനിയും ഞാൻ പ്രഭവിക്കും. ഞാൻ പ്രഭവിക്കുന്ന ശക്തിയാണ്. നിനക്ക് എന്നെ അറിയണമോ? കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചാൽ കർത്താവ് നിങ്ങളോട് സംസാരിക്കും. ഹല്ലേലൂയ. യേശുവെ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചാൽ യേശുവിനെ കാണുവാൻ, യേശുവിന്റെ മുഖം കാണുവാൻ, യേശുവിന്റെ രക്തം കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. എന്റെ പാപം എത്ര കടിച്ചുവമ്പായിരുന്നാലും അത് പഞ്ഞുപോലെ വെളുപ്പിക്കും. നല്ല ചെയ്ത യേശുവേ, ഞങ്ങളുടെ പാപത്തിന്റെ കരകളെ കഴുകി പഞ്ഞുപോലെ വെളുപ്പിച്ചാണ് യേശുവേ. ഓ ലോകരക്ഷകനായ യേശുവേ, കാൽവറിയിൽ ഞങ്ങൾക്ക് വേണ്ടി 3 ആടുകളിൽ മേൽ തൂങ്ങിയവനായ യേശുവേ. ഹല്ലേലൂയ. എല്ലാവരും ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ ശ്രമിക്കുക. ദൈവമേ, എന്നോട് സംസാരിക്കണമേ. അങ്ങ് വസിക്കുന്നു, എന്നോട് സംസാരിക്കണമേ. ദൈവമേ, എന്നോട് സംസാരിക്കണമേ. നിങ്ങൾ കേൾക്കുന്ന ശബ്ദം ഉച്ചത്തിൽ പ്രഘോഷിക്കുക. ഹൃദയത്തിൽ ദൈവം സംസാരിക്കും. ഒരു തോന്നൽ പോലെ അത് വരിക ആദ്യം. ശാന്തമാവുക, ഞാൻ നിന്റെ ദൈവമായ കർത്താവാണെന്ന് അറിയുക. നീയും നിന്റെ കുടുംബവും എന്റേതാണ്, എന്റേത് മാത്രം. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. മകളെ, നീ എന്റെ പൊന്നുമകളാണ്. ഞാൻ നിന്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്റേതാണ്. ഞാൻ നിന്റെ വലത്ത് കൈ പിടിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നെ കാത്തിരിക്കുന്ന ദൈവമാകുന്നു. നിന്റെ വരവിനായി ഞാൻ അസൂയയോടെ നിന്റെ ആത്മാവിനായി ഞാൻ കാത്തിരിക്കുന്നു. നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിപ്പിൻ, നിങ്ങൾക്ക് വഴിയും സത്യവും ജീവനും ഞാനാകുന്നു.
ഇനിമേൽ നീ ഭയപ്പെടേണ്ടതില്ല, ഞാൻ നിന്നോട് കൂടെയുണ്ട്. യേശു കരങ്ങൾ നീട്ടി അനുഗ്രഹിക്കുന്നു. എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ട്. നിന്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കും. ഞാനാണ് ലോകത്തിന്റെ പ്രകാശം. ഞാൻ നിനക്ക് വേണ്ടിയാണ് ദിവ്യകാരുണ്യമായി മാറിയത്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ പക്കലേക്ക് എത്തുകയില്ല. ഞാൻ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഞാൻ തിരുവോസിയിൽ വസിക്കുന്നവനാണ്. ഞാനാകുന്നു നിന്റെ ദൈവമായ കർത്താവ്. വിളിക്കും മുമ്പേ നിനക്ക് ഞാൻ ഉത്തരമരുളും. നിന്റെ ആഗ്രഹങ്ങളെല്ലാം എന്റെ പാദത്തിലേക്ക് സമർപ്പിക്കുക. ഇനി ഞാൻ പാപം ചെയ്തത് എന്റെ വിശ്വാസത്തെ കൊണ്ടുവരാൻ ചെയ്യാൻ നീ എന്റെ ആടുകളെ മേയ്ക്കുക. എന്റെ കരങ്ങൾ കുറുകി പോയിട്ടില്ല. നിന്റെ പാപങ്ങൾ എത്ര കടിഞ്ചൂപ്പാണ്, ഞാനത് കഴുകി വെണ്മയുള്ളവർ. ശക്തരും ധൈര്യവുമായിരിക്കുകയും ഭയപ്പെടേണ്ട, അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത്. ഞാൻ നിന്റെ നാവിന്റെ ബന്ധനങ്ങൾ അഴിക്കുന്നവനാണ്. ഞാൻ നിന്നെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ചെയ്യുന്നവനാണ്. നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. ഭാരമേറിയ കുരിശു ചുമന്നത് നിങ്ങൾക്ക് വേണ്ടിയാ. ഞാൻ വിശ്വസ്തത എന്നെ സന്തോഷിപ്പിക്കും. നിന്റെ ഭാഗത്തിന്റെ പടിവാതിൽക്കൽ നിന്നെ കാത്തിരിക്കുന്ന ദൈവമായ കർത്താവാണ് ഞാൻ. നീ എന്നോട് ചേർന്ന് നിൽക്കും, അപ്പോൾ ഞാൻ നിന്നോട് ചേർന്ന് നിൽക്കും. നിന്നെ ഞാൻ എന്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നോട് ചേർന്ന് നിൽക്കുകയും പിശാചിനെ ചെറുക്കുകയും ചെയ്യും. ഞാൻ ഭാവിയെ തേടിയാണ് വന്നത്. ഞാൻ ഇരുവാറ്റിലുള്ള മൂർച്ചയേറിയ ആയുധമാണ്. ചെങ്കടൽ ഭേദിച്ച് ഇസ്രായേൽ ജനത്തെ രക്ഷിച്ച ദൈവമല്ലേ ഞാൻ. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. കർത്താവാണ് നിന്റെ മുൻപിൽ പോകുന്നത്. അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നിന്റെ ഭാരമെല്ലാം എന്റെ കുരിശിൽ നീ സമർപ്പിക്കും. ഞാൻ ഈ ഭൂലോകം മുഴുവനും സൃഷ്ടിച്ചവനാണ്. നിങ്ങൾ എന്നിൽ വസിക്കുവാൻ ഞാൻ നിങ്ങളിലും വസിക്കും. കർത്താവേ, കർത്താവ് നീ എന്റെ കരത്തിന് കീഴെ നിൽക്കുക. മുട്ടുവിൻ തുറക്കപ്പെടും. ഞാൻ രോഗികൾക്ക് മഹാവൈദ്യനാണ്. നീ ശക്തനും ധീരനുമായിരിക്കുക. അകത്തുള്ളവൻ പുറത്തുള്ളവനേക്കാൾ ശക്തനാണ്. ഞാൻ നിന്റെ ദൈവമായ കർത്താവാകുന്നു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ചെയ്തത്, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. നീ അവിശ്വാസിയാകരുത് എന്ന് പ്രത്യേകമായ സന്ദേശം തരും. മകനെ, നീ എനിക്ക് പ്രിയപ്പെട്ടവനാകുന്നു. 99 ആടുകളെ ഉപേക്ഷിച്ച് ഒരാടിന് വേണ്ടി നീ എന്നെ അന്വേഷിച്ച കർത്താവേ. ഞാൻ നിനക്ക് വേണ്ടി എന്റെ രക്തം വിയർപ്പ് തുള്ളികളാക്കി മാറ്റിയവനാ. ഹല്ലേലൂയ. യേശുവേ, യേശുവേ. നിന്റെ മക്കളെ എന്നിൽ ഭരമേൽപ്പിക്കുക. നിന്റെ ഭാരങ്ങളൊക്കെ എന്റെ ചുമലിലേക്ക് താ മക്കളെ. നിങ്ങൾ എന്നെ കാതോർത്ത് ശ്രവിക്കുവിൻ. എന്നെ കുറിച്ചുള്ള ചിന്തകൾ പാപത്തിൽ നിന്ന് അകറ്റി നിർത്തും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പരിഭ്രമിക്കാതെ, ഞാൻ നിന്റെ ദൈവമായ കർത്താവാകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഞാൻ നിനക്ക് മുമ്പ് പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചവാൾ താർക്കുകയും ഇരുമ്പാടാമൽ ഒടിക്കുകയും ചെയ്യും. ഞാൻ വേദനപ്പെടുന്നവരുടെ സഹായകനാ. താങ്ക് യു കർത്താവ്. നന്ദി പറഞ്ഞുകൊണ്ട് യേശുവേ നന്ദി, യേശുവേ. Lord has spoken to his people, hallelujah. Lord has spoken to his people, hallelujah. And his words are words of wisdom, hallelujah. And his words are words of wisdom, hallelujah.
ഇപ്പം നമ്മൾ ശബ്ദവരങ്ങളാണ് ഇപ്പോൾ പ്രവർത്തിപ്പിച്ചത്. ശബ്ദവരങ്ങൾ പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിൽ, പ്രത്യേകിച്ച് കൊരിന്ത്യർക്കാർക്ക് ലേഖനത്തിൽ 12-ാം അധ്യായത്തിലാണ് ആത്മീയ വരങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിവുള്ളവരാകണം എന്ന് പഠിപ്പിക്കുന്നത്. അറിവുള്ളവരാകണം. അതാണ് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. ആ അറിവ് ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങളിലുള്ള അറിവല്ല, ജീവിതകാലം മുഴുവനും ഓരോ ദിവസവും നമ്മൾക്ക് ഈ അറിവിലേക്ക് പടിപടിയായി വരികയാണ്. ആത്മീയ വരങ്ങൾ, അതിൽ 7-ാമത്തെ വചനം പറയുകയാണ്, ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുത്തുന്നു. In each one. 1 Corinthians chapter 12:7. 1 Corinthians chapter 12:7. In each one the Spirit reveals manifest for a common good. ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുത്തുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. നമ്മുടെ വ്യക്തിപരമായ നന്മയ്ക്ക് വേണ്ടിയല്ല, പൊതു നന്മയ്ക്ക്. You got it? Can you read? 1 Corinthians chapter 12:7. Yes. To each is given the manifestation of the Spirit for the common good. Yeah. Underline that word, to each. To each. So are you one of that? Correct? Is it applicable to you? Yes. You boys? Yes. You girls? You men and women? Yes. To each. Hello. ഒന്നുകൂടി എല്ലാവരും shout out that word. Come on. ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. ഓരോരുത്തരിലും. മനസ്സിലായോ? നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുള്ള വചനമാണ്, പക്ഷെ ഇങ്ങനെ അതിനെ ചിന്തിച്ചിട്ടുണ്ടോ? ഓരോരുത്തരിലും, ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരിലും മാത്രമല്ല, സഭയാകുന്ന സഭയിൽ ഓരോരുത്തരിലും, സഭയിൽ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള എല്ലാ മനുഷ്യരിലും. ഇമാജിൻ ഈ ഒരു യുറേനിയം ഓർ. Uranium is hidden under the earth. It is there. അതിനെ കുഴിച്ചെടുത്ത് mine it up and refine it and use it, then it will be nuclear power. So ഈ ഓരോരുത്തരിലും, മനുഷ്യവംശത്തിൽ ഓരോരുത്തരിലും, in the whole human race, in each person there is a spiritual gift. It's like a hidden treasure. ഓരോരുത്തരിലും. Isn't it beautiful? And we must thank God these youngsters at this age could attend such a retreat by Thomas Paul. ഇല്ലേ? ഈശോവർദ്ധമായത് ഒരുപാട് പ്രവാചകന്മാർ ഇത് കൂടാനായിട്ട് നോക്കിയിരുന്നിട്ട് കിട്ടിയിട്ടില്ല, പക്ഷേ നിങ്ങൾക്ക് ഇത് കിട്ടി. So this is going to be a memorial of your whole lifetime. You will write down in your diary today, okay? This day will never be forget.